ഇതാണ് ഡെഡിക്കേഷൻ, അൺബിലീവബിൾ. നമ്മൾ നേരത്തെ ആദ്യം കണ്ട ഫസ്റ്റ് കുരിശിന്റെ 10 ഇരട്ടി വെയിറ്റ് ഉണ്ട് ഇത്. അപ്പു നോക്ക്, നിന്നേക്കാ വലിയ കുരിശ്. ഇത് നോക്ക്, നിന്നേക്കാ വലിയ കുരിശ്. ഞങ്ങളുടെ കൂടെ വന്ന 4 പേര് മിസ്സായി അല്ലേ? നോ എൻട്രി ചെയ്ത് കയറാൻ പറ്റുമോ? നോ എൻട്രി. മലയിൽ കയറുന്ന വഴിയാണ് ഫസ്റ്റ് സ്ഥലം. വെള്ളം, നമ്മുടെ വെള്ളം എടുത്ത് കൈ വെച്ചേക്ക്. ബലൂണൊക്കെ ഉണ്ട് ഇവിടെ, ചോട്ടാ ഭീമിന്റെ ബലൂൺ, പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇതൊന്നും കാണാനല്ല നമ്മൾ വന്നത്. നമ്മൾ ഈ മലയിൽ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ദുഃഖവെള്ളിയൊക്കെയാണ്, ഏർലി മോർണിംഗ് ആണ്, 3 മണിയായിട്ടുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു 6 മണിക്ക് മുന്നേ മേളിലെത്തണമെന്നാണ്. ടാർട്ടർ റോഡുണ്ട്, കുറച്ച് ദൂരം വരെ ടാർട്ടർ റോഡുണ്ട്. മനോരമ ന്യൂസുകാർ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉണ്ടോ? പറപ്പിച്ചേ, എവിടം വരെ പോകും? എത്ര പൊക്കം പോകുന്നത്? ഓ, തിരിച്ചു വന്ന് മല കയറുന്നിടത്തത് ഒരു പ്ലാസ്റ്റിക് വിമുക്ത സ്ഥലമെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ വര കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് എത്ര പ്ലാസ്റ്റിക് കുപ്പികൾ, എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആൾക്കാർ എത്രത്തോളം ഉത്തരവാദിത്വം കാണിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് 10 രൂപയുടെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് വിമുക്ത മേഖലയായതുകൊണ്ട്. നമ്മൾ ഈ കുപ്പി തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 10 രൂപ തിരിച്ചു തരും. ഇതാണ് സംഭവം. എനിവേസ്, വെരി ഗുഡ്. വലിയ കുരിശാണ്. കയറ് കെട്ടിയിട്ടുണ്ട് അല്ലേ? ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണോ? നിങ്ങൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 പേർക്ക് കുഴപ്പമില്ല, ചെല്ലില്ല, വെയിറ്റ് ഉണ്ട്, വലുതായത്. ഞങ്ങളെ മലയുടെ ഒരു 2% കയറിയിട്ടുണ്ട് അല്ലേ? മലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇടയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നടക്കുന്നത്. 2 സ്റ്റെപ്പ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കയറി പോകും, പിന്നെ ഇങ്ങനെ പോകും. 2% ആയിട്ടുള്ളൂ, എന്നിട്ടും കുഴഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. നോക്കാം, ബാക്കി 98% കയറാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ മലയിൽ ഇപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും, ഷുവറാണ്. കാരണം ഇന്ന് ദുഃഖവെള്ളിയാണ്, നാളെ ശനിയാഴ്ചയാണ്, പിന്നെ ഈസ്റ്ററാണ്. സോ ഇതാണ് സീസൺ, ടോപ്പ് സീസൺ ടൈമാണിത്. ഞങ്ങളെല്ലാ പ്രാവശ്യവും ഈ ദിവസമാണ് വരാറുള്ളത്. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേര് മിസ്സാവുന്നവരെ കാത്ത് എൻക്വയറി ഓഫീസിൻ്റെ മേളിൽ ആൾക്കാർ കാത്തിരിക്കും, മലമുകളിലെ കാത്തിരിക്കും. എന്തിനാണെന്ന് അറിയത്തില്ല, അവരുടെ ഫോണൊന്നും ഇല്ല വിളിച്ചു പറയാൻ. എന്തിനാ ഈ മൈക്കിലൊക്കെ വിളിച്ചു പറയുന്നത്? ജോഷി, മോളി എന്നിവരെ കാത്ത് മക്കൾ മലമുകളിലെ എൻക്വയറി ഓഫീസിൽ കാത്തിരിക്കുന്നു. എന്തിനാ അവർ എൻക്വയറി ഓഫീസിന് മുന്നിൽ കാത്തിരിക്കുന്നത്? അവർക്ക് ഫോൺ എടുത്ത് വിളിച്ചാൽ പോരെ? കുത്തിനുള്ള കയറ്റം കയറി ഇവിടെ ഒരു സംഭവം കാണാം. എനിക്ക് തോന്നുന്നു ഇതിലെ പിടിച്ചു കയറാൻ തോന്നുന്നു. നോക്കാം, കൊള്ളാം. കാരണം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രിപ്പ് പോകുന്നു കാലില്. ഇവിടെ മഴയും പെയ്ത് കിടക്കുക. അവിടെ നിന്ന് കയറിയത് ഇവിടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് 1ാം സ്ഥലം. ഇവിടെ മെഴുതിരി കത്തിക്കാം. ഏറ്റവും മേളിൽ പള്ളിയൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ കിട്ടിലാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈ മല എങ്ങനെയെങ്കിലും കയറാൻ പറ്റണേ, ക്ലിയറായിട്ട് മറിഞ്ഞു വീടല്ലേ എന്നൊക്കെയാണ്. ഇതാണ് ഡെഡിക്കേഷൻ, ഇതാണ് പ്രാർത്ഥന, ഇതാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അൺബിലീവബിൾ. ഇത്രയും വലിയ കുരിശ് ഒരാൾ ഒറ്റയ്ക്ക്. 1ാം സ്ഥലമായിട്ടുള്ളൂ, ഇനിയും കിടക്കുവാണ്. ഓ മൈ ഗാഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺബിലീവബിൾ. ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എവിടെയാണ് 1ാം സ്ഥലം? അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 2ാം സ്ഥലം എത്തി. ഇനി ഇതേപോലെ 14 സ്ഥലങ്ങളുണ്ട്. സോ ക്വിക്കായിട്ട് ഞങ്ങൾ കയറി പോകാൻ ശ്രമിക്കും. 3ാം സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കയറ്റത്തിൻ്റെ സ്റ്റീപ്നെസ് കൂടി വരുന്നുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്.
ആൾക്കാർ മെഴുതിരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരുന്നവർ എന്നിട്ട് താഴെ മെഴുക് ഒഴുകി വീണുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് കത്തിപ്പിടിച്ചത്. ഭയങ്കര തീയായിരുന്നു കത്തിപ്പിടിച്ചപ്പോഴത്തേക്ക്. ഈ സംഭവം ഫുൾ കത്തിയായിരുന്നു. ഇങ്ങനെ ചെയ്യരുത്. വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുവാണ്. ശരിയാണോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പിന്നെയും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറയുന്നുണ്ട്. ഇവന്മാർ പറയുന്ന ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ പാസ്വേഡ് അറിയത്തില്ലല്ലോ അയാൾക്ക്. വേണ്ടേ ഫിംഗർ പ്രിന്റ് വെച്ചാലും വർക്ക് ആവില്ല. നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ എടാ കൊണ്ട് വളർത്താടാ, ഡാൻസ് കളിപ്പിക്കാന്. അപ്പൊ അവര് തമ്മിൽ എന്തോ അടിയായി, എന്തോ അടി. രണ്ടുപേരും കൂടെ ഈ അമ്മ വടിയും കുത്തി മല കയറുവാണ്. അത് കാണുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. നോക്കി, ഈ പൈപ്പ് ലൈൻ നേരെ മലയുടെ മേളി വരെ പോകുന്നുണ്ട്, അടിവാരത്തുനിന്ന്. ശരിക്കും വെള്ളത്തിന്റെ വില മനസ്സിലാക്കുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴാണ്. 4ാം സ്ഥലം അവിടെ കഴിഞ്ഞ് 5ാം സ്ഥലം ആവുമ്പോഴാണ് ഞങ്ങൾ കുഴഞ്ഞല്ലേ വെള്ളം കുടിക്കുന്ന കുപ്പികളല്ലേ 10 രൂപ തിരിച്ചു കിട്ടുന്നു. ശരിക്കും നമ്മൾ ഈ മല കയറുമ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ എന്തുവാ, പൊന്നും കുരിശു മുത്തപ്പ പൊന്മല കയറ്റം. ബാക്കിൽ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. പൊന്മല കയറ്റം മുത്തപ്പോ മുത്തപ്പൂ പൊന്മലകേറ്റം. ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. എന്താ നോക്കാത്, കാണിച്ചേ. നല്ലൊരു ബൗൺസ് ചെയ്യുന്നുണ്ടല്ലോ. ബലൂൺ. വെയിറ്റ് ഇല്ല, കണ്ടാ വെയിറ്റ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ വെയിറ്റ് ഇല്ല. അടിപൊളിയായിട്ട് ബൗൺസ് ചെയ്യുന്നുണ്ട്. 10 രൂപ ഉള്ളു. ചോട്ടാ ഭീമിന്റെ. ഓ ഇങ്ങനെയാ വരുന്നത്. വലിയ കുരിശൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വലുതല്ല, നോർമൽ സൈസാണ്. പക്ഷെ ഇത്രയും വലുതായിട്ട് കയറുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. എവിടെ വരുന്നത്? എരമല്ലൂർ, ആലപ്പുഴ, എറണാകുളം. 6ാം സ്ഥലമാണ്. നല്ല വെയിറ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഒരു കസേരയുടെ അത്രയും വെയിറ്റ് ഉണ്ട് ഇതിന്. അലിക്കുള്ളുണ്ട്. 7ാം സ്ഥലം കഴിഞ്ഞാൽ സ്റ്റീപ്നെസ് കുറച്ച് കുറയുന്നുണ്ട്. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 10ാം സ്ഥലം കഴിയുമ്പോഴത്തേക്ക് സ്റ്റീപ്നെസ് കൂടുന്നുണ്ട് ഭയങ്കരമായിട്ട്. എവിടുന്ന് വരും ചേട്ടാ? ഈ സ്റ്റീപ്പ് കയറ്റത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ഇങ്ങനത്തെ ഉരുണ്ട കല്ലുകളാണ്. ഏതെങ്കിലും ഒരു കല്ലിൽ തട്ടി നമ്മുടെ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ വീഴും. സ്റ്റീപ്നെസ് വേറെ ലെവലെത്തിയിട്ടുണ്ട്. നേരത്തെ കൊണ്ടുവന്ന വലിയ കുരിശ് അവർ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ക്ഷീണിച്ച് അവർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, പ്രാർത്ഥന ചെയ്യുകയാണ്. ഇവിടെ നോക്ക്, ഒരു തെങ്ങിൻ്റെ വലിയ കുരിശാണ് ഇവിടെ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു കുരിശുണ്ട്, അവിടെയുണ്ട്. ആൾക്കാർ ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നിട്ടും കുഴഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ മേളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് അതാണ് ഇറങ്ങി വരുന്ന സ്റ്റെപ്പ്. മേളത്തെ പള്ളിയും സംഭവങ്ങളൊക്കെ അവിടെയാണ്. നമ്മൾ 90% റീച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അൺബിലീവബിൾ ആണ്, ഡേഞ്ചറസും ആണ്. ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് വീഴും. സെയിൻറ്റ് മേരീസ് ചർച്ച്, ആഞ്ഞിലി എന്ന് പറഞ്ഞ മരമാണിത്. ഇതെങ്ങനെ ഇവർ ഫിക്സ് ചെയ്ത് ഇവിടെ? ഓക്കെ 2 കട്ട് ചെയ്തിട്ട് ആണി പോലത്തെ സംഭവം ചെയ്തേക്കുവാണ്. അപ്പൂ നോക്ക്, നിന്നേക്കാ വലിയ കുരിശ്. ഇത് നോക്ക്, നിന്നേക്കാ വലിയ കുരിശ്. ചുമ്മാ പറഞ്ഞ അപ്പൂനെ കളിയാക്കിയൊന്നുമല്ല. ആ കുരിശ് നോക്ക്, വെറൈറ്റി കുരിശ്, കുറെ ഡിസൈനൊക്കെ ഉണ്ട് അതിൽ. ഈ അനൗൺസ്മെന്റ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ, നമ്മുടെ കോൺസെൻട്രേഷൻ കളയുന്നത് ഭയങ്കരമായിട്ട്. ആൾക്കാർ പ്രാർത്ഥിച്ച് കയറി വരുമ്പോഴേക്കും ഈ അനൗൺസ്മെന്റ് കാരണം ഫുൾ കുളമാവുന്നുണ്ട്. മരത്തിന് അത്രയുള്ള കുരിശ് അവിടെയുണ്ട്. ഓരോ മരങ്ങൾ വെട്ടിയാണ് കുരിശ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഇത് പോസിറ്റീവ് രീതിയിൽ ചെയ്യാൻ പറ്റും ഇവർക്ക്. മരങ്ങൾ വെട്ടുന്നതിന് പകരം ഓരോ മരങ്ങൾ നടാൻ പറ്റും. അതായിരിക്കും ഇതിലും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇത് നോക്ക്, ഇത്രയും വലിയൊരു മരമാണ് മുറിച്ചിരിക്കുന്നത്. എല്ലാം ഹെവിയാണ്, ഇത് തന്നെ ഹെവിയാണ്. എവിടുന്ന് വരുവാ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കയറിയതല്ലേ? ഓക്കെ. ഏറ്റവും മുകളിലെത്തുമ്പോഴത്തേക്ക് ഇതാണ് പൊന്നും കുരിശ് മുത്തപ്പൻ. ആൾക്കാർ നേർച്ചിടാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സോ എനിക്ക് ദൂരെ നിന്ന് കണ്ടാൽ മതി. ഒരുപാട് പേര്, ഇത് പ്രാർത്ഥനകളാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്.
മാലയുടെ രൂപത്തിൽ എഴുതി സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല. ചെറിയ കുരിശുകളെല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. നമുക്ക് ആൾക്കാർ പൈസ ഒക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. ഇതാണ് പണ്ടത്തെ ആന കുത്തിയ പള്ളി. ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട് ആനയുടെ കൊമ്പ് കയറിയത്, കാട്ടാന. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ട്, കാരണം ആൾക്കാർ ഈ മെഴുകൊക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പു, ഈ കിണർ സംഭവം എന്താണെന്നറിയോ? തോമസ് ലിയ പണ്ട് ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ചതാണ് ഇവിടുന്ന്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇപ്പോഴും ഇതിന് ആ ഒരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഈ വെള്ളത്തിൽ. സോ നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോകണം. കിണറിൻ്റെ അവിടെ നിന്ന് ഞങ്ങളിത് നേരം വെളുക്കുന്ന കാണുവാണ്. കോടമഞ്ഞ് മലമുകളിലൂടെ ഇങ്ങനെ പോകുന്നു. അടിപൊളി. നമ്മൾ കടപ്പുറത്തൊക്കെ ജീവിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. നമുക്ക് കാടും മലയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ കളറിലെ തുണി എന്താ ഇട്ടേക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, പ്ലീസ് കമൻറ്റ് ചെയ്തോ. ഞങ്ങൾ 3 മണിക്കൊക്കെ കയറാൻ തുടങ്ങി, ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. 7 മണിക്ക് കുർബാന, 8 മണിയാകുമ്പോൾ തീരും. 8:30 തീരും. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ടത് ഇങ്ങോട്ട് പോകും. ഇതാണ് പൊന്നും കുരിശ്. ഈ പൊന്നും കുരിശിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും. താഴെ ഇറങ്ങുന്ന വഴിയിൽ ഇത് ഇവിടെ CCTV വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെയിൻറ്റ് തോമസിൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു പാടുണ്ട് പാറയിൽ. ഇതാണ് കാൽപാദം 1, 2. പണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതിൽ തൊട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ കവറിങ് ഒക്കെ ഇട്ടിട്ടുള്ളത്. കുറച്ച് നാളെ കാണത്തുള്ളൂ. അപ്പൂടാ ഇറങ്ങുന്ന കുറച്ച് പാടാല്ലേ? പറഞ്ഞതേ ഉള്ളു, അപ്പൊ തന്നെ തെന്നി. നമ്മളെ ഗ്രാവിറ്റി വലിച്ച് താഴെ കൊണ്ടുപോകും, പക്ഷെ തെന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് കിട്ടും. അങ്ങനെ കാലിന് നല്ല പ്രഷർ കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഗിയർ ഇട്ട് ഇറങ്ങണം. ബ്രേക്ക് വണ്ടിയുടെ എഞ്ചിൻ ചൂടായി, കുറച്ച് കൂളന്റ് ഒഴിക്കുക. ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപാട് പേരുടെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് ആ ചെരുപ്പ് പൊട്ടിയതാ, പക്ഷേ ഈ ചെരുപ്പ് പൊട്ടിയതല്ല. ചെരുപ്പിന്റെ സ്നേഹമാണ് ഏറ്റവും വലുത്. കാരണം ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റേയാളും കൂടെ മരിക്കും. അതാണ്, വേറെ പിരിഞ്ഞു പോകത്തില്ല ഒരിക്കലും. ഇതാണ് സ്നേഹം. അടുത്ത വലിയ കുരിശുമായിട്ട് ലോറിയിൽ പോകുന്നു. ഇത് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത് തന്നെ ഒരു കുരിശെടുക്കുന്ന കണക്കാ. കാരണം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, കാരണം ഹെവി പ്രൈസ്ഡ് ആണ്, പ്ലസ് ഒട്ടും ക്ലീൻ അല്ല. അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ പെരിയാർ റിവറാണ്, ഹോളി റിവറാണ്. സോ ഇവിടെ കുളിക്കണം, കാരണം കായും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നത്. ഈ തണുത്ത വെള്ളത്തിൽ കിടന്ന് ഒരു 1-2 മണിക്കൂർ ഇവിടെ കുളിക്കുമ്പോഴത്തേക്ക് ഫുൾ സെറ്റാവും. എത്രയാണോ അത്? 2 രൂപ. ഞാൻ പല്ലും തേച്ച് തുണിയും കഴുകി. ഞങ്ങളിത് ഈ വണ്ടിയിലാണ് വന്നത്. മലയാറ്റൂരിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കുന്നു. കഞ്ഞിയുണ്ട്, പയറുണ്ട്, അച്ചാറുണ്ട്, ഉപ്പുണ്ട്. ഞാൻ മേടിച്ചു. നല്ല കിടിലം കഞ്ഞി. ഇതിനകത്ത് അച്ചാറും ആ പയറും ഉപ്പും കൂടെ കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ സാറ് ഹാപ്പി മൂഡാണ്. കഞ്ഞി കുടിച്ചിട്ട് പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകണം. ഇതെവിടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കാർണിവൽ സിനിമാസിൻ്റെ തൊട്ടടുത്താണ്.